ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിസിൽ. ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുകയാണ്. മൈറ്റി ഓസ്ട്രേലിയൻസിനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത്. ഇതുപോലെയുള്ള വലിയ ടൂർണമെന്റുകളുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള നോക്കൌട്ട് മത്സരങ്ങളിൽ പലപ്പോഴും ഇന്ത്യക്ക് ഓസ്ട്രേലിയയുമായിട്ട് കാലിടറുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ മത്സരത്തിൽ അങ്ങനെ ഒന്നും തന്നെ ഉണ്ടായില്ല. ഓൾമോസ്റ്റ് ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള മാച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാമായിരുന്നു. കാരണം ഇന്ത്യയുടെ 6 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ വിക്കറ്റുകൾ നഷ്ടപ്പെട്ട വിധം നമ്മൾ നോക്കുമ്പോഴാണ് അതൊരു വൺ സൈഡഡ് മാച്ച് ആയിരുന്നു എന്ന് പറയാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും നമ്മൾ മത്സരത്തിൻ്റെ ഒരു തുടക്കത്തിലേക്ക് തന്നെ വരുമ്പോൾ നമ്മൾ ഈ പ്രിവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യ ജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതലെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം ഇതുപോലെയുള്ള ഒരു കണ്ടീഷൻസിൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാറ്റിംഗ് നിര നല്ലതാണെങ്കിലും അവരുടെ ബൗളിംഗ് നിര വീക്കാണ് എന്നുള്ളതാണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട ബൗളർമാർ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. പക്ഷെ അതെല്ലാം ഫാസ്റ്റ് ബൗളർമാരാണ് എന്നുള്ളതും നമ്മൾ ഓർക്കണം. അവരുടെ സ്പിന്നർമാരിലെ ഏറ്റവും പ്രധാനിയായിട്ടുള്ള ആദം സാംബ ഈ മത്സരത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇങ്ങനെ ഒരു പിച്ചിൽ കളിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റിയുള്ള സ്പിന്നർമാരുമായിട്ട് കളിച്ചാൽ മാത്രമേ ഇന്ത്യയെ പോലെ നല്ല ക്വാളിറ്റിയുള്ള സ്പിന്നർമാരുമായിട്ട് കളിക്കുന്ന ഒരു ടീമുമായിട്ട് ജയിക്കാനായിട്ട് ഏത് ടീമിനും സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കണ്ടീഷൻ എപ്പോഴും രാജാവാണെന്ന് നമ്മൾ പറയാനുണ്ട്. അത് ഇന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 264 റൺസാണ് നേടിയത്. മത്സരത്തിൻ്റെ ഒരു തുടക്കത്തിലേക്ക് വരുമ്പോൾ ടോസ് ജയിച്ച ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. ഇന്ത്യനെ ചേസ് ചെയ്യാനായിട്ടാണ് അവർ വിട്ടത് എന്നുള്ളതാണ്. ഏതായാലും ഓസ്ട്രേലിയൻ നിരയിലേക്ക് വരുമ്പോൾ അവർ 2 മാറ്റങ്ങൾ ഓസ്ട്രേലിയൻ നിരയിൽ വരുത്തിയിരുന്നു. മാറ്റ് ഷോട്ട് അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ഒരു പരിക്ക് മൂലം പുറത്തു പോയിരിക്കുന്നു. അതിന് പകരമായിട്ട് കൂപ്പർ കോൺലി എന്ന് പറയുന്ന അവരുടെ 2 വർഷം മുമ്പ് അണ്ടർ-19 ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡ് ബാറ്ററും ലെഫ്റ്റ് ആം സ്പിന്നറും കൂടെയാണ്. അദ്ദേഹത്തിനെ ടീമിലേക്ക് കൊണ്ടുവന്നിരുന്നു. ഒപ്പം തന്നെ ഒരു ഫാസ്റ്റ് ബോളറിനെ മാറ്റിയിട്ട് നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്, സ്പെൻസർ ജോൺസനെ മാറ്റിയിട്ട് അതിന് പകരമായിട്ട് ലെഗ് സ്പിന്നർ ആയിട്ടുള്ള തൻവീർ സംഗയെയും അവർ ടീമിലേക്ക് കൊണ്ടുവന്നതാണ്. രണ്ടുപേരും പക്ഷേ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളല്ല, തൻവീർ സംഗയും കൂപ്പർ കോൺലിയും. ഏതായാലും മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ആക്രമിച്ച് കളിക്കാനാണ് എപ്പോഴും കളിക്കുന്ന പോലെ ട്രാവിസ് ഹെഡ് ശ്രമിച്ചത്. പക്ഷേ അതൊരു ഈസി ആയിട്ടുള്ള കാര്യമായിരുന്നില്ല. കാരണം ഇങ്ങനെയുള്ള പിച്ചുകളിൽ പലപ്പോഴും നമ്മൾ കാണുന്നതാണ് ബോൾ നിന്നാണ് വരുന്നത്. ഇപ്പോൾ ഷമി എറിയുന്ന ആദ്യത്തെ കുറച്ച് ബോളുകളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോൾ നിന്നാണ് വരുന്നതെന്ന് കാണാൻ സാധിക്കും. ഈസി ആയിട്ട് അങ്ങനെ ഒഴുകി വരുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഒരു ഹാഫ് ചാൻസ് ഒക്കെ ഇനീഷ്യൽ സ്റ്റേജിൽ മിസ്സാവുന്നത് കണ്ടു. മുഹമ്മദ് ഷമിയുടെ കയ്യിൽ നിന്ന് തന്നെ ട്രാവിസ് ഹെഡിന്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ആദ്യത്തെ ഓവറിൽ തന്നെ ഒരു ക്യാച്ച്, അതൊന്നും എടുക്കാൻ പറ്റുന്ന ക്യാച്ച് എന്ന് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക എന്നൊക്കെ പറയും നമ്മൾ ക്രിക്കറ്റിൽ. അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു ഔട്ടാണ് എന്നുള്ളതാണ്. ഏതായാലും കൂപ്പർ കോൺലിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു ഫസ്റ്റ് മാച്ചാണ്. അദ്ദേഹത്തിനെ ഓപ്പൺ ചെയ്യാൻ വിട്ടത് തന്നെ ഒരു നല്ലൊരു മൂവ് ആണെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. ഞാൻ ജോഷ് ഇംഗ്ലീഷ് ആ ഒരു പ്ലേസിൽ ബാറ്റ് ചെയ്യാൻ വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ എന്തായാലും കൂപ്പർ കോൺലിയാണ് വന്നത്. അദ്ദേഹത്തിന് ഒന്നും തന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല. അദ്ദേഹം ആദ്യ ഒരു റണ്ണ് പോലും നേടാതെയാണ് ഈ മത്സരത്തിൽ അദ്ദേഹം പുറത്തായത്. അതിനുശേഷം നോർമലി അവരുടെ വൺ ഡൗൺ പൊസിഷനിൽ എപ്പോഴും നമ്മൾ കാണുന്ന അവരുടെ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് ആണ്. ഇങ്ങനെയുള്ള പിച്ചുകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ പറ്റുന്ന ഒരു താരമാണ് സ്റ്റീവ് സ്മിത്ത്. മത്സരം കൊണ്ടുപോകാനായിട്ട്, അതായത് കളിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്ന ഒരു പ്ലെയറാണ് സ്റ്റീവ് സ്മിത്ത്. അത് അദ്ദേഹം കാണിക്കുകയും ചെയ്തു. ഏതായാലും ട്രാവിസ് ഹെഡിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ കുറച്ച് നല്ല ഷോട്ടുകളൊക്കെ അദ്ദേഹം കളിച്ചു. നല്ല ഒരു തുടക്കം ഓസ്ട്രേലിയക്ക് നൽകാനായിട്ട് ട്രാവിസ് ഹെഡിന് സാധിച്ചു. കാരണം 10 ഓവർ ആകുമ്പോഴേക്കും ഓസ്ട്രേലിയ 63 റൺസിന് 2 വിക്കറ്റ് എന്ന നിലയിലായിരുന്നു. ട്രാവിസ് ഹെഡിനെ പുറത്താക്കിയത് വരുൺ ചക്രവർത്തിയാണ്. ചക്രവർത്തിയുടെ ആദ്യ ഓവറിൽ തന്നെ ട്രാവിസ് ഹെഡ് ഒരു കൂറ്റനടിക്ക് ശ്രമിക്കുകയും അദ്ദേഹം പുറത്താവുകയും ചെയ്തു. അതിനുശേഷം പിന്നെ നമുക്കറിയാം 11ാമത്തെ ഓവർ തൊട്ട് 40ാമത്തെ ഓവർ വരെയുള്ള സമയം എന്ന് പറയുന്നത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കേണ്ട സമയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിച്ച് വളരെ സ്ലോ ആയതുകൊണ്ട് തന്നെ റൺസ് കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്, കമന്റേറ്റർമാരും അത് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് ഇന്ത്യയും ന്യൂസിലൻഡും തമ്മിൽ കളിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു പിച്ചിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള വിക്കറ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ കുറച്ചും കൂടെ ബാറ്റിലേക്ക് ബോൾ വരുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോർമലി പറയുന്നത് ഒരു 270 റൺസ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു പാർ സ്കോർ ആണെന്ന് പറയാറുണ്ട്. പക്ഷേ ഈ ഒരു മത്സരത്തിൽ കുറച്ചും കൂടെ സ്കോർ നേടണമായിരുന്നു എന്നുള്ളതാണ്. ഓസ്ട്രേലിയ ഡെഫിനറ്റ് ആയിട്ട് ഒരു 30-40 റൺസ് ഷോർട്ട് ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. ഏതായാലും അതിനുശേഷം മാർണസ് ലാബുഷേനെ കൂട്ടുപിടിച്ചുകൊണ്ട് സ്റ്റീവൻ സ്മിത്ത് കുറച്ചൊരു നല്ല ഒരു പ്രകടനം കാഴ്ചവെച്ചു. അതിനുശേഷം ലാബുഷേൻ ഔട്ടായതിനു ശേഷം വന്ന അലക്സ് ക്യാരി എക്സലന്റ് ആയിട്ടുള്ള ഒരു പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. അതിൻ്റെ ഇടയിൽ അവർ ജോഷ് ഇംഗ്ലീഷിന്റെ വിക്കറ്റ് അവർക്ക് നഷ്ടപ്പെട്ടു. ജോഷ് ഇംഗ്ലീഷ് ഒക്കെ ഔട്ടായ ഒരു ബോൾ കണ്ടാൽ തന്നെ അറിയാം കുറച്ച് പിടിച്ചു വന്നൊരു ബോളാണ്. കാരണം രവീന്ദ്ര ജഡേജയുടെ ബോൾ കുറച്ച് നിന്നാണ് വന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു ഷോട്ട് കളിക്കുമ്പോൾ ചെക്ക് ചെയ്യാന്ന് പറയും. ആ ചെക്ക് ചെയ്യുന്ന ഷോട്ട് നേരെ വിരാട് കോഹ്ലിയുടെ കയ്യിലേക്ക് കവേഴ്സിലേക്ക് പോയാണ് അദ്ദേഹം ഔട്ടായത്. പക്ഷെ അതിനുശേഷം ആ ക്യാരിയും സ്മിത്തും തമ്മിലുള്ള പാർട്ണർഷിപ്പ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചത് ഡെഫിനറ്റ് ആയിട്ട് 300-ന് മുകളിൽ ഒരു 315-320 റൺസിലേക്കൊക്കെ ഓസ്ട്രേലിയ എത്താനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം അത്ര മനോഹരമായിട്ടാണ് അവർ ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. എസ്പെഷ്യലി അലക്സ് ക്യാരിയുടെ ബാറ്റിംഗ്, അദ്ദേഹം അടിക്കുന്ന ഷോട്ടുകൾ കറക്റ്റായിട്ട് അദ്ദേഹം ആ ഫീൽഡ് മൈൻഡിൽ വെച്ചിട്ടാണ് ബാറ്റ് ചെയ്യുന്നത് നമുക്ക് തോന്നും. കാരണം അടിക്കുന്ന ഷോട്ടുകളെല്ലാം തന്നെ ആ ഗ്യാപ്പിലാണ് അദ്ദേഹം അടിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു. അതിന് നല്ലൊരു സപ്പോർട്ട് നൽകാനായിട്ട് സ്മിത്ത്
സ്മിത്തിന് സാധിക്കുകയും ചെയ്തു. നല്ല രീതിയിലാണ് ആ പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് പോയത്. വലിയ ഒരു സ്കോറിലേക്ക് അവർ പോകുമെന്നുള്ള ഘട്ടത്തിലാണ് ഒരു ഫുൾ ടോസ് ബോളിൽ, ഷമിയുടെ ബോളിൽ സ്റ്റീവ് സ്മിത്ത് ഔട്ടാവുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് അങ്ങനെ ഒരു വിക്കറ്റ് ഇന്ത്യക്ക് ആവശ്യമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വലിയ സ്കോറിലേക്ക് ഓസ്ട്രേലിയ പോയേനെ എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹം ഔട്ടായി. ഉടനെ അടുത്ത ഓവറിൽ അക്സർ പട്ടേലിൻ്റെ ഓവറിൽ തന്നെ മാക്സ്വെലും ഔട്ടായി. ഈ 2 വിക്കറ്റുകളാണ് പിന്നെ ഓസ്ട്രേലിയനെ ബാക്ക് ഫുട്ടിലേക്ക് ആക്കിയത്. കാരണം ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അവർ ഡെഫിനറ്റ് ആയിട്ടും ഒരു 320 റൺസ് എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്തിയാണ്. ആ അടുപ്പിച്ച് 2 വിക്കറ്റുകൾ നഷ്ടപ്പെട്ടത്, 6 വിക്കറ്റ് നഷ്ടപ്പെട്ടപ്പോഴേക്കും അവർ ഭയങ്കരമായിട്ട് ബാക്ക് ഫുട്ടിലായി എന്നുള്ളതാണ്. പിന്നീട് അതിനുശേഷവും വേണമെങ്കിൽ ഒരു 290 എന്ന് പറയുന്ന ഒരു സ്കോറിലേക്കൊക്കെ എത്താനായിട്ട് ഓസ്ട്രേലിയക്ക് സാധിക്കുമായിരുന്നു. പക്ഷേ അപ്പോഴാണ് നമ്മുടെ ശ്രേയസ് അയ്യരുടെ ഒരു ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു റൺ ഔട്ട്, ഉഗ്രനായിട്ടുള്ള ഒരു ഫീൽഡിംഗ് ആയിരുന്നു. അതൊരു ഡയറക്റ്റ് ഹിറ്റിൽ അലക്സ് ക്യാരി ഔട്ടാവുകയായിരുന്നു. അദ്ദേഹം സ്ട്രൈക്ക് എടുക്കാൻ വേണ്ടിയാണ് ഓടിയത്. അദ്ദേഹം ഔട്ടായി. അദ്ദേഹം 61 റൺസാണ് നേടിയത്. സ്റ്റീവൻ സ്മിത്ത് ആകട്ടെ 73 റൺസ് നേടുകയും ചെയ്തു. ഏതായാലും ഓസ്ട്രേലിയയുടെ സ്കോർ എന്ന് പറയുന്നത് 264 264 എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു 30 റൺസ് ഷോർട്ട് ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം അലക്സ് ക്യാരി അവസാനം വരെ ബാറ്റ് ചെയ്തിരുന്നെങ്കിൽ പോലും ചിലപ്പോൾ ഒരു 15-20 റൺസ് വന്നേനെ. അതുപോലെ തന്നെ സ്മിത്തിൻ്റെ ഒരു ഔട്ട്, മാക്സ്വെലിൻ്റെ ഔട്ട്, ഇതെല്ലാം അടുപ്പിച്ചടുപ്പിച്ച് സംഭവിച്ചുകൊണ്ടാണ്. അതിൽ നല്ല ഒരു ബോളിംഗ് പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ്. ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ബോളിംഗ് പ്രകടനമാണ്. മുഹമ്മദ് ഷമി അദ്ദേഹം 3 വിക്കറ്റ് നേടി. ജഡേജയും അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിയും 2 വിക്കറ്റ് വീതം നേടി. ഇന്ത്യയുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റും ഓസ്ട്രേലിയയുടെ സ്പിൻ ഡിപ്പാർട്ട്മെന്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയുന്നത് ക്വാളിറ്റിയിലുള്ള വ്യത്യാസമാണ്. ഞാൻ ഈ നമ്മുടെ പ്രിവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ 4 സ്പിന്നേഴ്സ് എന്ന് പറയുന്നത് 4 ജെന്യുവിൻ സ്പിന്നർമാരാണ്. ഓൾറൗണ്ടർമാരാണെന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ എല്ലാവരും തന്നെ ജെന്യുവിൻ ആയിട്ടുള്ള സ്പിന്നർമാർ കൂടിയാണ്. ഓസ്ട്രേലിയയുടെ നിരയിലേക്ക് വരുമ്പോൾ അവരുടെ 2 സ്പിന്നർമാരെ നമുക്ക് ജെന്യുവിൻ സ്പിന്നർമാരെന്ന് വിളിക്കാനായിട്ട് സാധിക്കില്ല. ഇപ്പോൾ നമുക്ക് ആദം സാംബയും തൻവീർ സംഘയും ജെന്യുവിൻ സ്പിന്നർമാരെന്ന് വിളിക്കാൻ സാധിക്കും. പക്ഷേ ഗ്ലെൻ മാക്സ്വെലിനെയും കൂപ്പർ കോൺലിയെന്നും നമുക്കൊരു ജെന്യുവിൻ സ്പിന്നറായിട്ട് കണക്കാക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഇന്ത്യയുടെ ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഇന്ത്യക്ക് ആദ്യം തന്നെ റൺസ് നേടുക എന്നുള്ള ദൗത്യമായിരുന്നു രോഹിത് ശർമ്മയ്ക്ക് എപ്പോഴും. കാരണം എപ്പോഴും ഒരു 270 മുകളിലുള്ള ഒരു സ്കോറൊക്കെ വരികയാണെങ്കിൽ ഇതുപോലെയുള്ളൊരു സ്ലോ വിക്കറ്റിൽ ആദ്യം രോഹിത് ശർമ്മ നൽകുന്ന തുടക്കം എന്ന് പറയുന്നത് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. കാരണം അദ്ദേഹം ഒരു 40 റൺസ് നേടുകയാണെങ്കിൽ ഇന്ത്യക്ക് പിന്നീട് വളരെ ഈസി ആയിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് അദ്ദേഹം ശ്രമിച്ചത്. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അടികൾ മിസ്സിറ്റായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂപ്പർ കോൺലിയുടെ കയ്യിൽ നിന്ന് ഒരു ക്യാച്ച് നഷ്ടപ്പെട്ടു. പിന്നീട് ലാബുഷേൻ അദ്ദേഹത്തിൻ്റെ ഒരു ക്യാച്ച് നഷ്ടപ്പെടുത്തി. ആ ലാബുഷേൻ ക്യാച്ച് നഷ്ടപ്പെടുത്തിയപ്പോൾ എനിക്ക് തോന്നിയത് 2023 ഏകദിന ലോകകപ്പിൽ ഇതേപോലത്തെ ഒരു അടിയിലാണ് അദ്ദേഹം ഔട്ടായത്. പക്ഷെ അന്ന് ട്രാവിസ് ഹെഡ് മനോഹരമായ ഒരു ക്യാച്ച് എടുക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത് ശരിക്കും ആ ഒരു ഇൻസിഡന്റ് കഴിഞ്ഞ ഉടനെ തന്നെ ബ്രോഡ്കാസ്റ്റേഴ്സ് ആ 2023 ലോകകപ്പിൽ അദ്ദേഹം ഔട്ടായ ഒരു വീഡിയോ കാണിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും നല്ലൊരു തുടക്കം നൽകി രോഹിത് ശർമ്മ ഔട്ടായി. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ നമുക്ക് ശുഭ്മാൻ ഗില്ലിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടിരുന്നു. വിരാട് കോഹ്ലിയുടെ ബാറ്റിങ്ങിനെ പറ്റി ഒന്നും പറയാനില്ല. കാരണം ഇത്രയും നാൾ നമ്മൾ ഒരുപാട് അദ്ദേഹത്തിനെ പഴി പറഞ്ഞിരുന്നു. എസ്പെഷ്യലി ടെസ്റ്റ് മത്സരങ്ങളിലൊക്കെ ഒരുപാട് പഴി പറഞ്ഞിരുന്നു. പക്ഷേ ഏകദിന ഫോർമാറ്റിലേക്ക് വരുമ്പോൾ വിരാട് കോഹ്ലി വേറെ ലെവൽ പ്ലെയർ ആണ് എന്ന് പറയാതിരിക്കാനാണ്. അദ്ദേഹം ആ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് സിംഗിൾ എടുത്ത് കളിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് ടോപ്പ് ക്ലാസ് ആയിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ശ്രേയസ് അയ്യരുടെ പ്രകടനം. ശ്രേയസ് അയ്യർ ആ കൂപ്പർ കോൺലിനെ സെറ്റിൽ ചെയ്യാനേ സമ്മതിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹം ബാറ്റ് ചെയ്യാൻ വന്നപ്പോൾ തന്നെ കുറച്ച് ബാക്കിലേക്ക് മാറി നിന്ന് ബാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് ബാറ്റ് ചെയ്യുക, കട്ടടിക്കുക, ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ബോളറുടെ റിതം തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ശ്രേയസ് അയ്യർക്കും സാധിച്ചു എന്നുള്ളതാണ്. നല്ലൊരു പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. ആ ഒരു പാർട്ട്ണർഷിപ്പ് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ചിലപ്പോൾ അത് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ആയിരുന്നു. നല്ല മനോഹരമായിട്ടാണ് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിച്ചത്. അവിടെ ഉണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഈ ആദം സാംപയുടെ ബോളിംഗ് ആണ്. ആദം സാംപയാണ് അവരുടെ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിക്കറ്റ് ടേക്കർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു സ്ലോ പിച്ചിൽ സ്പിന്നർമാരെ സഹായിക്കുന്ന ഒരു പിച്ചിൽ കളിക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ടും അവരുടെ വിക്കറ്റ് ടേക്കർ എന്ന് പറയുന്നത് ആദം സാംപയാണ്. ആദം സാംപയ്ക്ക് വിക്കറ്റ് എടുക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ പിടിച്ചു കെട്ടുക എന്ന് പറയുന്നത് ഒട്ടും ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇവർ രണ്ടുപേരും ബാറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് വിരാട് കോഹ്ലിയും ശ്രേയസ് അയ്യരും ബാറ്റ് ചെയ്യുന്ന സമയത്ത് ആദം സാംപയുടെ ബോളിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ബോളുകൾ അദ്ദേഹം ബാക്ക് ഫുട്ടിൽ ഡ്രൈവിനും അതുപോലെ തന്നെ ഫ്രണ്ട് ഫുട്ടിൽ ഡ്രൈവിനും കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം സിംഗിളുകളായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുകയും ചെയ്തു. കാരണം 264 റൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏകദേശം ഒരു 5 റൺസിൽ കൂടുതൽ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 5 റൺസ് വെച്ച് വന്നുകൊണ്ടിരുന്ന ഈസി ആയിട്ട് ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറാണ്. എപ്പോഴെങ്കിലുമൊക്കെ കുറച്ച് അധികം റൺസ് വരുമ്പോൾ ഈസി ആയിട്ട് ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കോറാണ്. അപ്പോൾ അവിടെ വിക്കറ്റ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ശരിക്കും ഓസ്ട്രേലിയൻ ബൗളർമാർ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ആദം സാംപയ്ക്ക് അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് ഈസി ആയിട്ട് ഇന്ത്യക്ക് ഒരു അനാവശ്യ ഷോട്ടിലാണ് ശ്രേയസ് അയ്യർ പുറത്തായത് എന്നുള്ളതാണ്. ആ സമയത്തൊന്നും അങ്ങനെ ഒരു ഷോട്ട് കളിക്കേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. ഒരു കൺവേർട്ട് ചെയ്തിട്ട് ഒരു കട്ട് ഷോട്ട് കളിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹം ഔട്ടായത്. ഓസ്ട്രേലിയ പോലെയുള്ള ഒരു ടീമിനെതിരെ കളിക്കുമ്പോൾ നമ്മൾ 1 ഇഞ്ച് ഇടം കൊടുക്കരുത് എന്നുള്ളതാണ്. ഒരു കട്ട്
കച്ചിത്തിരുമ്പ് നമ്മൾ ഇട്ട് കൊടുത്ത് അതിൽ പിടിച്ച് കയറി കളി ജയിക്കാൻ കഴിവുള്ള താരങ്ങളാണ് ഓസ്ട്രേലിയക്കാരെന്ന് നമുക്ക് പണ്ടേ അറിയാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബാറ്റ് ഷോട്ട് പോലും ഇന്ത്യൻ ബാറ്റർമാരുടെ ഭാഗത്ത് നിന്ന് വരരുത് എന്നുള്ളതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിക്കറ്റുകളെല്ലാം തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് വന്ന അക്സർ പട്ടേൽ നല്ലൊരു പ്രകടനമാണ് അദ്ദേഹവും കാഴ്ചവെച്ചത്. പെട്ടെന്ന് റൺ എടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതായത് നല്ല ഗ്യാപ്പിൽ നന്നായിട്ട് പ്ലേസ് ചെയ്ത് കളിക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഒരു ബാറ്റ് ഷോട്ടിലാണ് വീണ്ടും അക്സർ പട്ടേൽ ഔട്ടായത്. അതിനുശേഷം വീണ്ടും വിരാട് കോഹ്ലി ഔട്ടായതും അങ്ങനെ തന്നെയാണ്, ഒരു ബാറ്റ് ഷോട്ടിലാണ്. അതായത് ഒരു അനാവശ്യമായിട്ട് ഒരു സിക്സ് അടിക്കാനുള്ള ഒരു ശരിക്കും പറഞ്ഞ ഒരു ചെക്ക് ഷോട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ തട്ടിവിടുന്ന ഒരു ഷോട്ടായിരുന്നു. അങ്ങനെയൊന്നും ആ 3 വിക്കറ്റുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആ 3 വിക്കറ്റുകളാണ് ശരിക്കും ഓസ്ട്രേലിയനെ കുറച്ചെങ്കിലുമൊക്കെ ഒരു ഗെയിമിലേക്ക് കൊണ്ടുവന്നത്. അവിടെ ഒന്നും വിക്കറ്റ് കൊടുക്കാതെ പോയിരുന്നുവെങ്കിൽ ഒരിക്കലും ഓസ്ട്രേലിയക്ക് ഈ മത്സരത്തിലേക്ക് തിരിച്ചു വരുവാനായിട്ട് സാധിക്കുമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഈ വിക്കറ്റ് നോക്കുമ്പോൾ ഇന്ത്യയുടെ 6 വിക്കറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു അതിനേക്കാളും കുറച്ചും കൂടെ ഒരു ആധികാരികമായിട്ടുള്ള വിജയം ഇന്ത്യക്ക് നേടാനായിട്ട് ഈസി ആയിട്ട് സാധിക്കുമായിരുന്നു. 3 ഷോട്ടുകൾ നല്ല ഷോട്ടുകൾ ആയിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലെയുള്ള ഒരു സ്ലോ ട്രാക്കിൽ 3 പേരും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു എന്ന് പറയാതിരിക്കാനാവില്ല. വിരാട് കോഹ്ലിയുടെ പ്രകടനം എന്ന് പറയുന്നത് 84 റൺസാണ് അദ്ദേഹം നേടിയത്. ടോപ്പ് ക്ലാസ് ആയിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു. അതിനുശേഷം അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ വീണ്ടും ഹാർദിക് പാണ്ഡ്യയും KL രാഹുലും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പ്. KL രാഹുലിനെ എപ്പോഴും ആളുകൾ ഒരുപാട് പഴി പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് 2-3 ക്യാച്ചുകൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസ് നമ്മുടെ പല ഇതിൻ്റെ താഴെയൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ സ്പിന്നർമാരെ നമ്മൾ ഈ അപ് ടു ദ സ്റ്റംപ്സ് കീപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ബാറ്റ് കട്ടടിക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഷോട്ട് കളിക്കുമ്പോൾ ചെറിയായിട്ടൊരു ഡിഫ്ലക്ഷൻ ബോളിന് സംഭവിച്ചാൽ പോലും അത് പിടിക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം എന്ന് വെച്ചാൽ ബോൾ നമ്മുടെ ആ ബോളിൻ്റെ ലൈനിൽ കൈ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഒരു കീപ്പറിന് ചെയ്യാനുള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതൊന്നും ഒരു ഈസി ആയിട്ടുള്ള ക്യാച്ച് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഏതായാലും KL രാഹുലിൻ്റെ ഇങ്ങനെയുള്ള പിച്ചുകളിൽ അദ്ദേഹം ഒരു ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യം തന്നെയാണ്. 42 റൺസ് നേടി അദ്ദേഹം പുറത്താവാതെ നിന്നു. കുറച്ചൊരു സമയം നമ്മളെ ടെൻഷനാക്കിയത് ഹാർദിക് പാണ്ഡ്യയാണ്. കുറച്ച് റൺസ് നേടാനായിട്ട് അദ്ദേഹം ബുദ്ധിമുട്ടി. പക്ഷേ ആ നേടാനായിട്ട് ബുദ്ധിമുട്ടിയെങ്കിലും അദ്ദേഹത്തിന് കൂറ്റൻ അടികൾക്ക് കഴിവുള്ളത് കൊണ്ട് തന്നെ 2-3 സിക്സറുകൾ നേടാനായിട്ട് അതിന് സാധിച്ചു. ഇന്ത്യയെ കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതും അത് തന്നെയാണ് എന്നുള്ളതാണ്. ഏതായാലും പ്രധാനപ്പെട്ട സിക്സറുകളായിരുന്നു. എസ്പെഷ്യലി ആദം സാംപയ്ക്ക് നേരെ നേടിയ ആ 2 സിക്സറുകൾ. ആ 2 സിക്സറുകളിലാണ് നല്ല ഒരു പൊസിഷനിലേക്ക് ഇന്ത്യ എത്തിയത് എന്നുള്ളതാണ്. അതിനുശേഷം തൻവീർ സെംഗയെ വീണ്ടും ഒരു സിക്സർ നേടാൻ അദ്ദേഹം ശ്രമിച്ചു, അതും കിട്ടി. അതിനുശേഷം ലാസ്റ്റ് 6 റൺസ് വേണ്ടപ്പോഴാണ് അദ്ദേഹം ഔട്ടായത്. പക്ഷെ അപ്പോഴേക്കൊക്കെ മത്സരം 12 ബോളിൽ 6 റൺസ് 4 റൺസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വീണ്ടും രവീന്ദ്ര ജഡേജ ബാറ്റ് ചെയ്യാനുണ്ട്. അതൊക്കെ എങ്ങനെ വന്നാലും നമുക്ക് റൺസ് നേടാൻ പറ്റുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമായിരുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 4 വിക്കറ്റ് മാത്രം നഷ്ടപ്പെട്ട് നേടാൻ പറ്റുന്ന ഒരു സ്കോറായിരുന്നു. പക്ഷേ ഞാൻ ഒന്നിനെയും കുറച്ച് കാണുന്നില്ല. ഇങ്ങനെയുള്ള പിച്ച് ആയതുകൊണ്ട് തന്നെ അവരുടെ ബൗളർമാർക്കെതിരെ വലിയ ഒരു അപ്പർ ഹാൻഡ് നേടാനായിട്ട് ഇന്ത്യൻ ബാറ്റർമാർക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ടോപ്പ് ക്ലാസ് ആയിട്ടുള്ളൊരു പ്രകടനമായിരുന്നു. നമ്മുടെ ബോളിംഗ്, ബാറ്റിംഗ്, ഫീൽഡിംഗ് എല്ലാം തന്നെ ക്ലാസ് ആയിട്ടുള്ളൊരു പ്രകടനമായിരുന്നു ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വന്നത്. എസ്പെഷ്യലി നമ്മൾ എപ്പോഴും പറയുന്നതാണ്, ഇതുപോലെയുള്ള വലിയ ICC ടൂർണമെൻറ്റുകളിൽ ഓസ്ട്രേലിയയുമായിട്ട് നോക്കൗട്ട് മത്സരങ്ങൾ കളിക്കുമ്പോൾ എപ്പോഴും ഇന്ത്യക്ക് പലപ്പോഴും ഇന്ത്യ തകർച്ച നേരിടാറുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ്. ഇനി ഇന്ത്യ ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. നാളെ ന്യൂസിലൻഡും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് അടുത്ത സെമി ഫൈനൽ മത്സരം നടക്കുന്നത്. അത് ലാഹോറിലാണ്. അത് ജയിക്കുന്ന ടീമുമായിട്ട് ഈ മാസം 9-ാം തീയതി ദുബായിൽ വെച്ചിട്ടായിരിക്കും ഇന്ത്യയുടെ ഫൈനൽ മത്സരം നടക്കാൻ പോകുന്നത്. ഏതായാലും ചാമ്പ്യൻസ് ട്രോഫിയിൽ 2013 ഇന്ത്യ ചാമ്പ്യന്മാരായിരുന്നു. 2017 ഇന്ത്യ ഫൈനലിൽ പാകിസ്ഥാനുമായി പരാജയപ്പെട്ടിരുന്നു. 2025 ചാമ്പ്യൻസ് ട്രോഫി തിരിച്ചു പിടിക്കാനായിട്ട് രോഹിത് ശർമ്മയ്ക്കും സംഘത്തിനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.